ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കൃഷിയല്ല കാണിക്കുന്നത്, UKG പഠിക്കുന്ന ഒരു കുഞ്ഞു മോഡ കൃഷിയാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങളതൊന്ന് കണ്ടു നോക്കണം, അവസാനം വരെ ഒന്ന് കണ്ടു നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം കൂടെ നിങ്ങളൊന്ന് പറയണം. ഞാൻ ഗ്രോ ബാഗ് നിറച്ച് ഒരു സീഡ് ഇടാൻ പോവാണ്. ഇപ്പം നിങ്ങളിത് കണ്ടില്ലേ, നമ്മുടെ അനുക്കുട്ടി, അതായത് UKG പഠിക്കുന്ന നമ്മുടെ അനുമോളുടെ കൃഷിയാണ് ഈ കാണിക്കുന്നത്. കണ്ടില്ലേ, ആ കുഞ്ഞിളം കൈകളിൽ ഒരു തൂമ്പയൊക്കെ പിടിച്ച് ആ ഗ്രോ ബാഗിനകത്തോട്ട് മണ്ണൊക്കെ നിറയ്ക്കുമ്പോഴും ആ കുഞ്ഞിൻ്റെ മുഖത്ത് വരുന്നതായ ഒരു സന്തോഷം. ഓക്കെ ഇട്ടിട്. അവൻ എന്ത് വിത്താന്ന് പറയണം. അതെന്തിൻ്റെ വിത്താ? ആ പറയ്. ഞാൻ പയറിൻ്റെ വിത്തിടാൻ പോകുന്നു. ഒരു ദ്വാരം ഉണ്ടാക്ക്. അങ്ങനെയല്ല, ഒരു ദ്വാരം ഇങ്ങനെ ഉണ്ടാക്ക്. പിന്നെ അതിനകത്തോട്ട് പയർ ഒക്കെ ഇടുമ്പോൾ അത് കയ്യിലോട്ട് പയർ അമ്മ കൊടുക്കുമ്പോൾ അത് പയറാണെന്നൊക്കെ കുഞ്ഞിന് പറയാനറിയാം. UKG പഠിക്കുന്ന കുഞ്ഞിന് അതൊക്കെ അറിയാം കേട്ടോ. അത് നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ ഒരു കഴിവാണത്. അത് കുഞ്ഞുങ്ങളെയും കൂടെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കൃഷിയിലോട്ട് അവരെയും കൂടെ കൊണ്ടുവരണം. കാരണം ഇനി ഉള്ളതായ വരും കാലങ്ങളിൽ അത് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. കുഞ്ഞുങ്ങളും പ്രകൃതിയുമായിട്ട് ഒത്തിണങ്ങി ജീവിക്കുന്നതിന് ഇത് വളരെയധികം സഹായകമാകും. ഇപ്പോഴത്തെ കാലത്തെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ മണ്ണിൽ തൊടരുത്, മണ്ണിൽ കളിക്കരുത് എന്ന് പറയുന്നതായ പേരൻസാണ്. അപ്പോൾ അങ്ങനെ ആവാൻ പാടില്ല. കാരണം അവരെയും കൂടെ മണ്ണിനകത്തൊക്കെ കളിച്ച് വളരട്ടെ. അങ്ങനെ ചൊറിയൊന്നും ഉണ്ടാവുകയൊന്നുമില്ല. അവരെ നല്ലതുപോലെ കൈയൊക്കെ കഴിച്ച് എടുത്താൽ മതി. ഒന്നുകൂടെ ഒന്ന് മണ്ണിട്ട് ശരിയാക്കിക്കേ. കുറച്ച് ഇതിൽ നിന്ന് മണ്ണിട്ട് മോള് കൈ കൊണ്ട് വാരിയിടും. കുറച്ച് പണ്ടേ നമുക്ക് എല്ലാവർക്കും ഉള്ള ശീലമാണല്ലോ മണ്ണിൽ കളിക്കുമ്പോൾ ഒക്കെ. നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷവും ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണല്ലേ മണ്ണിലൊക്കെ കിടന്ന് കളിക്കുമ്പോൾ. ഇനി നമ്മൾ നാളെ വരുമ്പോൾ ഇത് വളർന്നായിരിക്കും. നമുക്ക് നോക്കാം. അങ്ങനെയൊക്കെ വളർന്നതാണ് നമ്മൾ ഈ പ്രായമുള്ളവരെല്ലാം തന്നെ അല്ലേ. ഇപ്പം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ മണ്ണിൽ തൊടരുത്, കളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുറകോട്ട് പിടിക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെയൊന്നും ആവേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങളും ഇങ്ങനെ പ്രകൃതിയുമായിട്ട് ഒത്തിണങ്ങി ജീവിക്കാനായിട്ട്, കോഴിയായാലും ആടായാലും പട്ടിയായാലും ഒക്കെ അവരുമായിട്ടൊക്കെ ഒന്ന് ഒരു സ്നേഹത്തോടെ മരങ്ങൾ കുഴിച്ചിടുന്നതിനൊക്കെ ആണെങ്കിലും പ്രകൃതിയുമായിട്ട് ജീവിക്കാനായിട്ട് അവരെ അനുവദിക്കുക. കിളുക്കുന്നുണ്ടോ മോനെല്ലാം? ബാ മറ്റ് കപ്പകളെ തട്ടാതെ ഒഴിക്കണം. ഈ കപ്പെടുത്തത് നിറയ്ക്കാദ്യമേ. അനുമോളാണല്ലോ വെള്ളം പിടിച്ചു തരുന്നത്. വെള്ളം പാഴാക്കാതെ. അനുമോള് ചേട്ടായിക്ക് വെള്ളം പിടിച്ചു കൊടുക്കും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അനുവിൻ്റെയും സഹോദരൻ്റെയും അമ്മയുണ്ടല്ലോ, അശ്വതി, ഹരി, അവർ രണ്ടുപേരും അതിന് വളരെയധികം മാതൃകയാവുകയാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഇതിലോട്ട് കൊണ്ടുവരുമ്പോഴും അവർക്ക് പല അറിവുകളാണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. അവരുടെ വളർച്ച, ഈ ഓരോ ചെടി വളരുന്നതും അതിൻ്റെ ഓരോന്നിനും ഓരോ ഡിഫറൻ്റായിട്ടുള്ള ഇലകളും ഡിഫറൻ്റായിട്ടുള്ള പൂക്കളും ഒക്കെ കാണുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമാണ് കിട്ടുന്നത്. ഇപ്പോൾ അശ്വതിക്കാണെന്നുണ്ടെങ്കിൽ അശ്വതിയുടെ ഭർത്താവാണെങ്കിൽ ഹരി വളരെയധികം കട്ട സപ്പോർട്ടാണെന്നാണ് പറയുന്നത്. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒറ്റ ദിവസം പോലും അവർ വെറുതെ കളഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. ഇഷ്ടം പോലെ പച്ചക്കറികൾ അവരെ വീട്ടിലുണ്ട്. അതുപോലെ ആ കുഞ്ഞു മോനും കണ്ടില്ലേ, അവനാണെന്നുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് നിറയ്ക്കാനും വെള്ളം കൊണ്ടുവന്ന് കപ്പയ്ക്കൊക്കെ ഒഴിക്കാനും അത് കിളിച്ചു എന്നൊക്കെ പറയാനും കുഞ്ഞുങ്ങൾക്ക് അതെല്ലാം ഒരു ആവേശമാണ്. ഇതൊക്കെ അറിയാനും ചെയ്യാനും ഒക്കെ ഉള്ളത്. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും അവരെയും കൂടെ കൂട്ടുക. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന കൃഷികളെല്ലാം അവർ ലോക്ക്ഡൗൺ സമയത്ത് ഒരു ദിവസം പോലും വെറുതെ കളഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. നല്ല വൃത്തിക്കും മെനയ്ക്കും ഇഷ്ടം പോലെ കൃഷികൾ അവർ ചെയ്തിട്ടുണ്ട്.
അല്ല, ഓരോ ദിവസത്തെയും വിളവെടുപ്പും കാണിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ പച്ചക്കറികളുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇത് കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്കും ചെയ്യണമെന്നുള്ളതായ ഒരു ആഗ്രഹം ഉണ്ടാകും. അപ്പം ഞാൻ തന്നെ വീഡിയോസൊക്കെ ഇടുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ചെയ്യണം എന്നുള്ളതായ ഒരു പ്രചോദനം ഉണ്ടാകുന്നുണ്ട്. ഞങ്ങൾ ചെയ്തു എന്ന്. അപ്പം മറ്റുള്ളവരുടെ കൃഷികൾ കാണുമ്പോൾ, മറ്റുള്ള കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്കും അല്ലെങ്കിൽ കാണുന്നവർക്കും അതൊരു പ്രചോദനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണിത് കാണിക്കുന്നത്. അപ്പം നമ്മുടെ അനുക്കുട്ടിയും മോനും ചങ്ങനാശ്ശേരിയിലുള്ള അശ്വതിയുടെയും ഹരിയുടെയും മക്കളാണ്. അവർ ഇപ്പം താമസിക്കുന്ന ചങ്ങനാശ്ശേരിയിലാണ്. അവരുടെ ശരിക്കുള്ള സ്ഥലം ഇടുക്കിയിലാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുഞ്ഞു മക്കളുടെ കൃഷി ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.